ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. ജയദേവൻ കാട്ടിൽ കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. കാര്യം അവൻ്റെ തലയ്ക്ക് സൗപർണികയുടെ അടുത്ത് നിന്ന് നല്ലൊരു അടി കിട്ടിയിരുന്നു. അപ്പോൾ തലയിൽ നിന്നും ബ്ലഡൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കയ്യിൽ അവൻ തടവിയിട്ട് ചാളി വെച്ച് നടന്നുകൊണ്ട് അവൻ പോവുകയാണ്. അവസാനം തീരെ സഹിക്കിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരുന്നു. അതിനുശേഷം അവൻ തല തടവി നോക്കുകയാണ്. അപ്പോഴാണ് നന്നായിട്ട് ചോര വരുന്നത് അവൻ കാണുന്നത്. നീലനും അവൻ്റെ കയ്യിൽ ആ ഫോണും വീഡിയോസും ഉള്ളത് കാരണം അവൻ്റെ പിന്നാലെ തന്നെ വരികയാണ് ആ ഫോൺ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. നീലൻ അവൻ്റെ പിന്നാലെ വരുന്നത് അവൻ ശ്രദ്ധിച്ചില്ല. അവനൊരു മാവിൻ്റെ ചുവട്ടിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നീലൻ അവിടെ എത്തിയിരുന്നു. അവനെ പിറകിൽ നിന്നും ഒരു ചവിട്ട് കൊടുത്താൽ അവിടെ തറയിൽ വീഴ്ത്തി. നന്നായിട്ട് ചവിട്ടിയത് കാരണം അവൻ ശക്തിയിൽ പോയിട്ടാണ് അവിടെ വീണത്. എന്നിട്ട് നീലൻ അവൻ്റെ ദേഹത്ത് കയറിയിട്ട് അപ്പുറം ഇപ്പുറം മുഖത്ത് മാറി അടിച്ചിട്ട് പറയാണ്, നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോടാ? ഞങ്ങളെ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയിട്ട് നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നീലൻ ജയദേവനെ മാറി തല്ലുകയാണ്. ഫോൺ എടുക്ക്, ഫോൺ എവിടെ? ഇതുണ്ടായിരുന്നത് കൊണ്ടല്ല നീ അവളെ ഭീഷണിപ്പെടുത്തിയത്. ഈ ഫോൺ ഇനി ഇല്ലാതിരുന്നാൽ നീ എന്ത് ചെയ്യും? നീ ഇനി എങ്ങനെ അവളെ ഭീഷണിപ്പെടുത്തും? നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി നിനക്കിത് വേണ്ട എന്ന് പറഞ്ഞവൻ ഫോൺ കൊണ്ടുപോയി തറയിൽ വെച്ചിട്ട് അതിനുശേഷം ഒരു നല്ല കരിങ്കല്ലെടുത്തിട്ട് ആ ഫോണിനെ തല്ലി ഉടക്കാണ്. ജയദേവൻ നിലവിളിക്കാണ്, ഏയ് അത് നശിപ്പിക്കല്ലേ, എൻ്റെ ഫോൺ നശിപ്പിക്കല്ലേ, അയ്യോ അത് പൊട്ടിക്കല്ലേ. അതൊന്നും വകവയ്ക്കാതെ നീലൻ ആ കല്ലുകൊണ്ട് നന്നായിട്ട് ഫോൺ തച്ചുടക്കാണ്. അതിനുശേഷം ആ കല്ലുകളുമായിട്ട് അവൻ്റെ അരികിൽ പോയിട്ട് അവൻ്റെ തലയ്ക്കും അതേപോലെ തന്നെ പൊട്ടിക്കാമെന്നാണ് കരുതിയത്. ഇനി നീ എന്ത് ചെയ്യുമടാ? ഈ ഫോൺ ഇനി നിനക്ക് എങ്ങനെ കിട്ടും? ഈ ഫോണിനൊപ്പം തന്നെ നീയും ഇല്ലാതാവണം എന്ന് പറഞ്ഞ് അവൻ്റെ തലയ്ക്കടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്ദുമതി വിളിക്കുന്നത്, നീലേട്ടോ. അവൾ വീണ്ടും വിളിച്ചു. അപ്പോഴാണ് അവന് സ്ഥലകാലബോധം വന്നത്. അപ്പം തന്നെ അവൻ ആ കല്ലുകൊണ്ട് അവനെ കുത്താതെ അതിനുശേഷം കുറച്ച് മാറി നിൽക്കുകയാണ്. ആ തക്കം നോക്കി ജയദേവൻ അവനെ തള്ളി നീക്കിയിട്ട് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. അവൻ ഓടി രക്ഷപ്പെടാൻ നടന്ന്, പക്ഷേ അവൻ്റെ ഫോൺ തല്ലി പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയിരിക്കുന്നു. അപ്പോൾ നീലേട്ടോ എന്ന് ഇന്ദുമതി വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ നീലൻ അവളുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്ദുമതി പേടിച്ച് വിറച്ചിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. പുലിയാണെങ്കിൽ മുരണ്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അവൾ പേടിയോടെ അവിടെ നിൽക്കുകയാണ്. പുലി ഗർജിച്ചുകൊണ്ട് നിൽക്കുന്ന ശബ്ദം കൊണ്ട് അവൾക്ക് നീലനെ വിളിക്കാൻ പേടിയാവുന്നു. നീലൻ അവളോട് ചോദിക്കുകയാണ്, ഇന്ദുമതി നീ എവിടെയാ? നീലൻ്റെ വിളി കേട്ട് അവൾ വീണ്ടും വിളിക്കുകയാണ്, നീലേട്ടാ, എവിടെയാ നീലേട്ടാ? ഇന്ദു, ഞാൻ ഇവിടെ തന്നെയുണ്ട്, പക്ഷെ താൻ എവിടെയാ? അയ്യോ പുലിയുടെ ഗർജനം കേട്ട് അവൾക്ക് പേടിയാവുകയാണ്. ഇന്ദു നീലൻ്റെ വിളികെട്ട് വീണ്ടും അവിടെ നിന്ന് ഓടി പോവാണ്. അപ്പോഴേക്കും വീണ്ടും പുലിയുടെ ഗർജനം കേട്ടു. അപ്പോൾ അവൾ പേടിയോടെ അവിടെ നിൽക്കുകയാണ്. ഇന്ദു, നീ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാലേ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇന്ദു, നീ എവിടെയാ? പുലിയുടെ ശബ്ദം കേട്ട് അവൾ പേടിയോടെ മൂക്കും വായും മുഖവും ഒക്കെ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുകയാണ്. കാര്യം അവളുടെ ശ്വാസം പോലും പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി. അവൾ 2 കൈകൊണ്ടും ചെവി രണ്ടും പൊത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും പുലിയുടെ ഗർജനം അവൾക്ക് കേൾക്കാം. അവൾ അപ്പോൾ ശ്വാസം അടക്കി പിടിച്ച് അനങ്ങാതിരിക്കുകയാണ്. ഇന്ദു, നീ എവിടെയാണുള്ളത്? ഇന്ദു, നീ എവിടെയാണ്? നീലേട്ടാ, ഞാനിവിടെയുണ്ട്, എനിക്ക് പേടിയാവുന്നു. പുലിയുടെ ശബ്ദം കേൾക്കുന്നു നീലേട്ടാ, എനിക്ക് പേടിയാവുന്നു. ഒന്ന് പെട്ടെന്ന് വാ നീലേട്ടാ. ഭയപ്പെടേണ്ട ഇന്ദു, ഇപ്പം നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ അടുത്ത് തന്നെയുണ്ടേ, പുറത്തേക്ക് വരണ്ട, അവിടെ തന്നെ ഇരുന്നോ. ഇന്ദു വീണ്ടും ശബ്ദം ഉയർത്തി വിളിക്കുകയാണ്, നീലേട്ടാ. ഇന്ദു, നീലേട്ടൻ വിളിക്കുകയാണ്. പുലിയാണെങ്കിൽ നടക്കുന്ന ശബ്ദവും കേൾക്കുന്നു, മുരൾച്ചയും കേൾക്കുന്നു. ഇന്ദു, താൻ എവിടെയാ? ഇന്ദു, താൻ ശബ്ദം ഉണ്ടാക്കിയാലേ എനിക്ക് അടുത്തേക്ക് വരാൻ പറ്റൂ. നീലേട്ടാ. ഇന്ദു, നീലേട്ടാ, എനിക്ക് പേടിയാവുന്നു നീലേട്ടാ. പുലി ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. ഇന്ദു എന്ന് വിളിച്ച് നീലൻ വരികയായിരുന്നു. അപ്പോഴാണ് നീലൻ വീണത്. കല്ലിൽ തട്ടി വീണ് അതിനുശേഷം ഉരുണ്ട് ഒരു സ്ഥലത്തെത്തി നിൽക്കുകയാണ്. അമ്മേ, കാലിന് നല്ല ശക്തമായ മുറിവുണ്ടായിരുന്നു. ഇന്ദു അപ്പം തന്നെ നീലേട്ടോ എന്ന് വിളിച്ച് ഓടുകയാണ്. ഇന്ദു അവിടെ എത്തുമ്പോഴേക്കും ഒരു വിധത്തിൽ നീലൻ എഴുന്നേറ്റ് നിന്നു. ഇന്ദു, നീലേട്ടാ, ഇന്ദു, ഞാനിവിടെയുണ്ട്. ഒടുവിൽ ഇന്ദു നീലൻ്റെ അടുത്തെത്തി. അതിനുശേഷം നീലേട്ടാ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. ഇന്ദു, എൻ്റെ ഇന്ദു എന്ന് വിളിച്ച് നീലനും അവളെ കെട്ടിപ്പിടിക്കുകയാണ്. നീലേട്ടാ, പുലിയുടെ ശബ്ദം ഇവിടുന്ന് അടുത്തുനിന്ന് എവിടുന്നോ കേൾക്കുന്നുണ്ട്. താൻ സംസാരിക്കണ്ട, താൻ ഒച്ച വയ്ക്കല്ലേ, നമുക്ക് പോയി എങ്ങോട്ടെങ്കിലും ഒളിക്കാം.
പുലി ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. വാ ഇന്ദു വാ. നീലൻ ഇന്ദുവിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടുപോയി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവരുടെ പിറകെ തന്നെ പുലിയും ഉണ്ട്. അവസാനം അവർ നടന്നെത്തിയത് ഒരു ഗുഹയുടെ അടുത്താണ്. ഇന്ദു, ഇതൊരു ഗുഹയാണ്, നമുക്ക് ഇതിനുള്ളിൽ പോയി ഒളിക്കാം. കേട്ടാ, ഇവിടെ എങ്ങാനും പുലിയുണ്ടാവും. വാ ഇന്ദു. അവർ രണ്ടുപേരും എന്നിട്ട് ആ ഗുഹയുടെ അടുത്തേക്ക് പോയി അതിൽ കയറുകയാണ്. അവർ ആ ഗുഹയിൽ പോയി നിന്നിട്ട് ഒളിച്ചു നിന്നിട്ട് ചുറ്റും നോക്കുകയാണ്. അപ്പോഴാണ് പുലിയുടെ ഗർജനം വീണ്ടും കേട്ടത്. നീലട്ടാ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നീലൻ പറയാണ്, നീ ഇനി എങ്ങോട്ടാ ഓടുന്നത്? അവിടെ നിൽക്ക്. ആ ഗുഹയിൽ നിന്നും അവർ കയറി രക്ഷപ്പെടുകയാണ്. സൂക്ഷിച്ച് പതുക്കെ വാ എന്ന് പറയാണ് ഇന്ദുവിനോട്. ഇന്ദു, പതുക്കെ പതുക്കെ. ഇതെന്ത് പറ്റിയതാ നീലേട്ടാ? കല്ലിൽ തട്ടി വീണതാ, നല്ലോണം മുറിയുകയും ചെയ്തു. അയ്യോ അയ്യോ, നല്ല ബ്ലീഡിങ് ഉണ്ടല്ലോ നീലേട്ടാ എന്ന് പറഞ്ഞവൾ അവളുടെ സാരി തുമ്പിൽ പിടിച്ച് സാരി വലിച്ചു കീറിയിട്ട് അത് മുറിവ് കെട്ടിക്കൊടുക്കുകയാണ്. നീലേട്ടാ, മനുഷ്യൻ്റെ ചോരയുടെ മണം കിട്ടിയാൽ പുലി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമോ ഇന്ദു? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് നീലേട്ടാ, ചോരയുടെ മണം മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാ പറയുക. ഇന്ദു, എനിക്ക് പേടിയാവുന്നു, എന്താ ഇപ്പം ചെയ്യുക? പുലിക്ക് എന്തായാലും ഗുഹയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ ഇരിക്കാം, വേറെ നിവൃത്തിയില്ലല്ലോ. അതേസമയം തന്നെ പുലി മുകളിൽ എത്തിയിട്ട് അവരെ താഴേക്ക് നോക്കുകയാണ്. അതേസമയം കരഞ്ഞുകൊണ്ട് നീലൻ്റെ അമ്മയും രാജിയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഭക്ഷണം തയ്യാറാക്കാൻ വിളിച്ചയാളുമുണ്ട്. നീലൻ്റെ അമ്മ പറയാണ്, ഭഗവാനെ, എൻ്റെ മോൻ എവിടെയാണോ എന്തോ, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ സാർ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് എൻ്റെ മോൻ. പോലീസ് പറയാണ്, എന്താടോ ഇത്? ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ പുതിയ പ്രശ്നവുമായിട്ട് വന്നിരിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ ഫോറസ്റ്റുകാർ പബ്ലിക്കിന് പെർമിഷൻ കൊടുത്തേ? എന്തോ വലിയ കാര്യം പോലെയാണ് ഇവരൊക്കെ കാട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവസാനം ഓരോ പ്രശ്നത്തിൽ ചെന്ന് തലവെക്കുമ്പോൾ നമ്മുടെ തലയല്ലേ പുകയുന്നത്? നിങ്ങൾ അവരെ വാൺ ചെയ്തില്ലായിരുന്നോ? കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പബ്ലിക്കിനെ അറിയിക്കാതെ പോയവരല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയില്ലേ? പുലി ഇറങ്ങാറുണ്ട് എന്നറിഞ്ഞിട്ടും നിങ്ങൾ എന്തിന് പെർമിഷൻ കൊടുത്തു? അത് ഫോറസ്റ്റുകാരുടെ അനാസ്ഥയല്ലേ? 2 പേരെയാണ് ഇപ്പോൾ കാണാതിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പബ്ലിക്കിനെ റെസ്റ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടായിരുന്നോ? പുലി ഇറങ്ങാറുണ്ട് എന്നറിഞ്ഞിട്ടും എന്തിനാ പെർമിഷൻ കൊടുത്തത്? ഫോറസ്റ്റുകാരുടെ അനാസ്ഥയല്ലേ? അങ്ങനെയല്ല സർ, ഞങ്ങൾ വാൺ ചെയ്തതായിരുന്നു. ഒരു ജീപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഈ 2 പേരെയായിട്ട് രക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, ഇവരോടിപ്പോൾ ആരാ ഉത്തരം പറയാൻ പോകുന്നത്? ആദ്യം നിങ്ങൾ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞ് ഈ ക്യാമ്പിംഗ് പരിപാടിയൊക്കെ അങ്ങ് നിർത്താൻ വേണ്ടി പറയൂ. ഈ ഇരുട്ടത്തിന് ഏത് കാട്ടിൽ ചെന്ന് അന്വേഷിക്കാനാ? എൻ്റെ കൂടെ പുലി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അയ്യോ, രാജിയും അതേപോലെ തന്നെ നീലൻ്റെ അമ്മയും ഒക്കെ കരയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പോലീസ് പറയാണ്, പുലിയുടെ വായിലെങ്ങാനും അവർ ചെന്ന് പെട്ടാൽ ആരോടാ ഇപ്പോൾ സമാധാനം പറയാം? അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചതാ. എൻ്റെ മോൻ വഴിയറിയാണ്ട് കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും സാർ. എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് കണ്ടുപിടിച്ച് താ സാറേ. നിങ്ങളൊന്ന് കരയാതിരിക്കുക, ഞങ്ങളാൽ ആകും ഇതെല്ലാം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പുലിയുടെ വായിലെങ്ങാനും ചെന്ന് പെട്ടാൽ എന്താകും എന്ന് ഞാൻ പറഞ്ഞതേയുള്ളൂ. അയ്യോ സാറേ, എൻ്റെ പൊന്നു സാറേ, അവൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല സാറേ. അവൻ അത്രയ്ക്ക് നല്ലവനാണ് സാറേ. അവന് വല്ലതും പറ്റിപ്പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അവൻ്റെ അമ്മ പറയാം, അവൻ കാട്ടിൽ പെട്ടുപോയില്ലേ, അവൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. നല്ലവരെ മാത്രം ദൈവം എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവൻ, അവൻ ഇങ്ങനെ ഒരു ദുർഗതി വന്നല്ലോ. രാജേശ്വരി കരഞ്ഞുകൊണ്ട് പറയാം, സാറേ, ഞങ്ങളെ നീലേട്ടനെ ഒന്നും പറ്റാതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാറേ. സാറേ, കാട്ടിലെ ക്യാമറയുടെ ആക്സസ് ഒക്കെ നിങ്ങളുടെ കയ്യിലല്ലേ? ഞാനതൊന്ന് നോക്കിക്കോട്ടെ? യെസ് സാർ, നോക്കിക്കോ സാറേ. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും ക്യാമറ ഫുട്ടേജ് നോക്കിയിട്ട് പറയണം. ശരി സാർ, പറയാം. നാട്ടിലെ എല്ലാ ക്യാമറ ഫുട്ടേജും ഒന്നുകൂടി കാണിച്ചേ. ഇതാ സാർ, ഇതിലുണ്ടോ നോക്ക്. ആ സാറേ, ഏകദേശം 11 മണിക്കാ. ഇതാ ഇത് എഴുതിക്കോ. സാറേ അതെൻ്റെ മോനാണ് സാറേ. സാറേ, ഇപ്പം മനസ്സിലായല്ലോ സാറിന്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് വിളിച്ചു കൊണ്ടുപോവാ സാറേ. ഇതാ സാറേ, അവനാണിത്. നിങ്ങളൊന്ന് സമാധാനപ്പെടും, ഞങ്ങൾ അന്വേഷിക്കാം. ഇത് പോകുന്നത് കണ്ടിട്ട് അവർ പറയാണ്, സാറേ, ഇതെൻ്റെ മരുമകളെ സാറേ. അവർ ക്യാമറ ഓണാക്കിയിട്ട് നോക്കുകയാണ്. ഇവളെയും എൻ്റെ മോനെയും ഒന്നിച്ചാ സാറേ കാണാതായത്. 2 പേരെയും എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണേ സാറേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞങ്ങൾ നോക്കാം. സാറേ, ഇതാ അവിടെ ഒന്ന് നോക്കിയേ. അവർ 2 പേരും ക്യാമറ ക്രോസ് ചെയ്ത് പോയല്ലോ. ഈ ക്യാമറ B4 എൻട്രിക്ക് മുമ്പുള്ളതാ സാറേ. അത് കേട്ട് രാധിയും അമ്മയും ഞെട്ടുകയാണ്. അതെന്തിനാ അവർ ബി ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയത്? പിന്നെ ഇവർ പോകുന്ന സ്ഥലമൊന്നും ശരിക്കും ഒരു ബന്ധവുമില്ലല്ലോ. പുലി ഇറങ്ങിയെന്ന് പറഞ്ഞതും പുലിയെ കാണാൻ വേണ്ടി പോയതായിരിക്കും 2 പേരും.
അതെ, ഇങ്ങനെ പോയാൽ ഫോറസ്റ്റുകാർ പറയുന്നിടത്ത് നിൽക്കണം. അനാവശ്യമായിട്ട് അവരുടെ ഇഷ്ടത്തിന് ചാടിപ്പോയാൽ അവിടെ എന്തെല്ലാം തരം മൃഗങ്ങളുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അതേസമയം ഇന്ദുവും നീലനും അവിടെ പേടിച്ചരണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സി യു ഓൾ.